കൂട്ടുകാരെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ പറയും, ചില ഭാഗത്ത് നമുക്ക് ഓമക്കായ എന്ന് പറയും. അതിന് ചെറിയൊരു ക്യാരറ്റ് ഒരു പീസ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന. ഇതൊക്കെ നമുക്ക് ജ്യൂസ് എടുക്കാവേ. അതിനായിട്ട് ഞാൻ ഇത് ഒരു മുറിച്ച കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പപ്പായ. ഇത് നമുക്ക് ആദ്യം ചുടുവെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതൊന്ന് ജ്യൂസാക്കിയിട്ട് കുറച്ച് മതി, ഇതൊന്ന് ജ്യൂസാക്കിയിട്ട് ഈ ജ്യൂസിന് എന്ത് ചെയ്യണം, ചട്ടിയിൽ വെച്ച് നമുക്കതിനെ ആദ്യം കുറുക്കിയെടുക്കുക. ഞാൻ ഫ്ലേവറിനായിട്ട് അതിൽ ഗ്യാസ് എന്ത് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാരറ്റിൻ്റെ ജ്യൂസിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് കുറുക്കിയെടുക്കുക. കളറിന് വേണ്ടി ചെയ്താണ് കേട്ടോ. വീട്ടിൽ സിറപ്പ് നമുക്ക് വാങ്ങിച്ചൊഴിക്കുക. അത് വാങ്ങിച്ചൊഴിക്കാതെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. വാങ്ങണവർക്ക് വാങ്ങി ഒഴിക്കാവേ. അപ്പം ഞാൻ വീട്ടിലിപ്പോൾ ഞാൻ കളറിന് വേണ്ടി ഇങ്ങനെ ചെയ്യണേ. ഇനി അടുത്ത് നമുക്ക് ഇതിൽ ബീട്രൂട്ട് പേസ്റ്റാക്കി എടുക്കുക. അതിൻ്റെ കുറുക്കിയിട്ട് പേസ്റ്റാക്കുക. പിന്നെ പുതിനേൻ്റെ ചാറാണ് കേട്ടോ, അതും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കളറിനല്ലേ, അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പുതിനേൻ്റെ ചാറ് ഞാൻ കുറുക്കിയത്. ഇത് മൂന്നും ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ചുടുവെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഈ മുറിച്ച കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ചുടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം. നമുക്ക് വേഗണ്ട കേട്ടോ. പിന്നെ പഞ്ചസാര പാനിയിലേക്ക് നമുക്കത് കുറച്ച് കുറുക്കിയെടുക്കാം. പഞ്ചസാര പാനി അതിലിട്ടിട്ട് അതിൽ കുറച്ച് കുറുക്കിയിട്ട് വേഗാൻ പാടില്ല, വേഗാതെ നമുക്കത് എടുക്കാവേ. അത് ഞാൻ വേഗാതെ തന്നെ അതിൽ നിന്ന് ഒരു അര വേവിൽ ഞാൻ അതെടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനിയിലിട്ടതാണ് കേട്ടോ അത്. അത് നമുക്കൊരു 3 പ്ലേറ്റിലാക്കാം. ഈ ഫ്ലേവർ കൊടുക്കാനായിട്ട്, കളറിൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു 3 തട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുത്തപ്പോൾ പൊതുവേ ഈ പപ്പായ കുറച്ച് മധുരമുള്ളതാണ്, കളറുണ്ട് അതിന്. പച്ച കിട്ടിയില്ല എനിക്ക്. പച്ചയാണ് പറഞ്ഞ് മുറിച്ചപ്പോൾ അതൊരു പഴുപ്പ് കളറായി. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ കളർ കൊടുക്കുന്നുണ്ട്. പച്ച കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാലക്കാട് ആയതുകൊണ്ട്, ടൗൺ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അതുകൊണ്ടാണ് കേട്ടോ. പച്ച ഞാൻ കുറേ നോക്കി കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിന് കളറ് കൊടുത്തു. ഇത് നമുക്ക് ബണ്ണിൽ വെക്കാം. ഉണങ്ങി വരുമ്പോൾ അത് കുറച്ച് ചെറിയ പീസായി മാറും. ഇത് ബണ്ണിൽ നമുക്കിടാം, ജ്യൂസിൽ നമുക്ക് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കുട്ടീനെയും കൂടി ഒന്ന് കണ്ടോളി. എൻ്റെ പേരക്കുട്ടിയാണ്, അംഗൻവാടി പോവുകയാണ്.